ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. 2 കാര്യങ്ങൾ നാം ദൈവത്തോട് അപേക്ഷിക്കുകയും പകരം ഒരു കാര്യം നാം ചെയ്തു കൊള്ളാം എന്ന് ദൈവത്തോട് സമ്മതിക്കുകയും ഒരു ഉടമ്പടി ദൈവവുമായി എടുക്കുകയും ചെയ്യുന്ന യേശു നമുക്ക് പഠിപ്പിച്ചു തന്ന കർത്തൃപ്രാർത്ഥനയിലെ ഒരു തിരുവചനം. ഏതൊക്കെയാണ് നാം ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ട 2 കാര്യങ്ങൾ? നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടണം എന്നതും നമ്മെ പ്രലോഭനങ്ങളിൽ അകപ്പെടുത്തരുതേ എന്നും. തിരിച്ച് ദൈവം അതിയായി നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്തൃപ്രാർത്ഥനയിൽ നാം വീണ്ടും വീണ്ടും ദൈവവുമായി എപ്പോഴും ഉടമ്പടി വയ്ക്കുന്ന ഒരു കാര്യം. ഏതാണ് ആ കാര്യം? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു എന്ന ഉടമ്പടി, ഒരു പ്രോമിസ്. ആരാണ് നമ്മെ എല്ലാം ക്ഷമിക്കുവാൻ, എല്ലാം പൊറുക്കുവാൻ സഹായിക്കുന്നത്? നമ്മിൽ നാം അറിയാതെ, നാം പൂർണ്ണമായും ഉൾക്കൊള്ളാതെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം. ആ ദൈവം നമ്മിൽ നിരന്തരം പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്നു എന്നുള്ളത്. കടക്കാരോട് ക്ഷമിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ നാം? എങ്കിൽ നമുക്കും സന്തോഷിക്കാം. കാരണം നമ്മിൽ പരിശുദ്ധാത്മാവാം ദൈവം കുടികൊള്ളുന്നു. ആ ആത്മാവാം ദൈവം കർത്തൃപ്രാർത്ഥനയിൽ യേശു നമ്മോട് ആവശ്യപ്പെട്ട പ്രകാരം നാം ചെയ്തു കൊള്ളാം എന്ന് പ്രോമിസ് ചെയ്യുന്ന കാര്യം നാം ശിരസ വഹിക്കുവാൻ സഹായിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. ആരാണ് ഇവിടെ നമ്മുടെ കടക്കാർ? പല കാരണത്താൽ നമ്മോട് പിണങ്ങുന്നവർ, നമ്മോട് വഴക്കിന് വരുന്നവർ, നമ്മിൽ നിന്നും നമ്മുടെ പണമോ സാധന സാമഗ്രികളോ സമയമോ കടമായി വാങ്ങി തിരിച്ചു തരുവാൻ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കാത്തവർ, നമ്മോട് അനീതി പ്രവർത്തിക്കുന്നവർ, നമ്മെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വേദനിപ്പിച്ചവർ, നമ്മെ പരസ്യമായി അപമാനിച്ചവർ, നമ്മുടെ പലവിധത്തിലുള്ള ദ്രോഹം ചെയ്തവർ, അങ്ങനെ പലവിധത്തിൽ നാം എന്ന വ്യക്തിയുമായി കടപ്പെട്ടവരോട് നാം ക്ഷമിക്കുന്നു. അതിന് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സഹായിക്കുന്നു. ഈ ഒരു സന്തോഷത്തിൽ നമുക്കും ആഗ്രഹിക്കാം ദൈവം നമ്മുടെ കടങ്ങൾ, ദൈവത്തോടും മനുഷ്യരോടും നാം ചെയ്തു പോയ കടങ്ങൾ, നാം ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നതിലും അനുസരിക്കുന്നതിലും വരുത്തിയ വീഴ്ചകൾ, ഇതെല്ലാം ക്ഷമിച്ചു തരുന്ന നമ്മോടുള്ള ദൈവിക കൃപ, നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്ന ദൈവിക കൃപ, നമ്മെ പ്രലോഭനങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കുന്ന ദൈവിക കൃപ, ആ ദൈവിക കൃപ ജീവിതാവസാനം വരെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.